കാര്യം ലിയ ഇപ്പൊ ഉം കറന്റ് ഉം. മാൾട്ടയിൽ വർക്ക് ചെയ്യാണ്. മാൾട്ടയിൽ ഇപ്പൊ ലിയ എത്ര 5 വർഷമായോ? ആണ്. ഇപ്പൊ 4 വർഷമായി നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് 3.5 years കഴിഞ്ഞു. അതെ. മൊത്തത്തില് ടോട്ടല് കെയർ എല്ലാം കൂടി കൂടി അല്ലെങ്കിൽ 4.5 നമ്മളിപ്പോ വർഷമായി. പഠിപ്പിച്ച 12 ഡേയ്സിന്റെ ക്ലാസ് തന്നെയാണല്ലോ ലിയ കംപ്ലീറ്റ് 1-to-1 ക്ലാസ് അല്ലേ എടുത്തത്? ആണ് ആണ്. ഓക്കെ. അതെ അതെ ലിയക്ക് അതെ അതെ. ലിയക്ക് ഒരു ലൈക്ക് ഒരു സെൽഫ് പ്രിപ്പറേഷൻ അല്ലാതെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിയക്ക് ഉണ്ടായിരുന്ന ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു ലിയക്ക് ഈ ഒരു 12 ദിവസം? ഫസ്റ്റ് ആക്ച്വലി ഞാൻ ഡിസൈഡ് ചെയ്തത് തന്നെ സെൽഫായിട്ട് പഠിക്കാന്നുള്ളതായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ എന്താന്ന് ഉം. വെച്ചാൽ വിത്ത് ഡ്യൂട്ടീസ് ഇതെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ആയി. ഡ്യൂട്ടിയും എല്ലാം കൂടി നമ്മൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓക്കെ എന്നാൽ 12 days ക്ലാസ്സിനായിട്ട് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ മെന്റർ എന്ന് പറഞ്ഞ ഷെൽസി മാം ആയിരുന്നു. ഉം. ഷെൽസി മാം ആയിരുന്നു. ഈ മാമിനും ഡ്യൂട്ടി ഉള്ളതാണ്. മാമിനും അതെ. ഡ്യൂട്ടി ഉണ്ട്, എനിക്കും ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ എന്തെന്നാലും മാം എനിക്ക് എന്ന് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് പറയുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ആ. അത് എപ്പോഴാണെങ്കിലും ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് എനിക്ക് തിരിച്ച് അയച്ചേക്കാം എന്നായിരുന്നു മാം എപ്പോഴും പറയാറുള്ളത്. അതെ. ഉം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാം ഡ്യൂട്ടി ഇടുന്നതിന് മുന്നേ ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ചെയ്യുന്നതിന് മുന്നേ മാം പറയും ലിയ ഇന്ന ദിവസം എനിക്ക് ഓഫ് ആണ്, ലിയയുടെ ഓഫ് ടൈം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് അതനുസരിച്ച് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം എന്ന് പറയും. ഉം. ഉം. പക്ഷെ ഒത്തിരി ഒത്തിരി മാം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ. പിന്നെ ഇത് മെറ്റീരിയൽസ് ആണെങ്കിൽ ഒത്തിരി അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് ആയിരുന്നു. ഉം. ഞാൻ ഇവിടെ എക്സാം എഴുതി. ആക്ച്വലി എനിക്ക് ഞാനൊരു എത്ര 3 hours എക്സാം ആണെങ്കിൽ എന്റെ ഒരു 1.5 hours ഞാൻ അത് എഴുതി. തീർന്നു. കാര്യം ഞാനൊരു 1.5 hours എക്സാം എഴുതി കഴിഞ്ഞു. തീർത്തു. എഴുതി കഴിഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞ റിസൾട്ട് അവിടെ കൊണ്ടുപോയി പേപ്പർ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി പോയി. കാര്യം നമുക്ക് ഒത്തിരി അങ്ങ് വായിച്ച് ഇരുന്ന് അതെ. ചിന്തിച്ച് വരേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നില്ലായിരുന്നു അവിടെ. വന്നില്ല. കാര്യം ഓക്കെ. ഉം. ഓൾറെഡി ആ മെറ്റീരിയൽസ് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് ഐ എം ടോട്ടലി ഹാപ്പി. മീൻസ് ആ ഒരു 12 days ക്ലാസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മെറ്റീരിയൽസ് മാം ആണെങ്കിലും ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. ഈ നമ്മൾ പറഞ്ഞ ഭയങ്കര പോലെ ഇപ്പൊ ലക്കിയാണ് എനിക്ക് വീട്ടില് കാര്യം കുഞ്ഞുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം കൂടി എല്ലാം അതെ കൂടെ ഫാമിലി മാനേജ് ചെയ്യാൻ. ഇതെല്ലാം കൂടി ആയിട്ട് 12 hours ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് ഈ പറയുന്ന നമുക്കും അറിയാം ഏകദേശം യുകെയിലും ടൈം സ്കെഡ്യൂൾ തന്നെയാണ് വരുന്നത്. 12 പിന്നെ hours ഡ്യൂട്ടി ഉറപ്പായിട്ടും. നമുക്ക് എന്തൊരു ടയർഡ് ആവുന്നു. അതെ, കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും. മെയിൻലി അപ്പം മാൾട്ടയിലുള്ളവരോ അല്ലെങ്കിൽ ഇവിടെ UK-യിലുള്ളവരാകുമ്പോൾ നമ്മൾ മാക്സിമം UK മെന്റേഴ്സിനെ തന്നെയാണ് മാക്സിമം അലോക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാര്യം നിങ്ങളെ ടൈമുമായിട്ട് നമുക്ക് ഒത്തു പോകണമല്ലോ എന്തായാലും. അപ്പോൾ അതാകുമ്പോഴല്ലേ കൺവീനിയന്റ് ആവുള്ളൂ. അപ്പം അതെ അതെ UK മെന്റേഴ്സ് എല്ലാവരും തന്നെ വർക്ക് അതെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും മെയിൻ ആയിട്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇതിനിടെ സമയം അതെ കണ്ട് അതെ. പഠിപ്പിക്കുന്നതൊക്കെ. അപ്പം നമ്മൾ ലക്കിയാണ്, ബിക്കോസ് ഇത്രയും നല്ലൊരു ടീം ഓഫ് ടീച്ചേഴ്സിനെ നമുക്കുണ്ട്. അവർ അത്രയും യെസ് പാഷനറ്റ് ആയിട്ട് യെസ് യെസ്. എല്ലാവരും ഒരുപോലെ ഒരു മൈൻഡിൽ സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. കാര്യം നിങ്ങളാണെങ്കിൽ ഭയങ്കര അതെ അതെ. റിലയബിൾ ആയിരിക്കും അവരുമായിട്ട് അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആന്നു ആന്നു ആന്നു. അതെന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ലിയക്ക് ബാക്കിയുള്ള പ്രോസസ്സ് പഠിക്കാനുള്ള പ്രോസസ്സ് എല്ലാം ലിയക്ക് കുറച്ചും കൂടി ഈസി ആയി കാര്യങ്ങളൊക്കെ അല്ലേ മൊത്തത്തിൽ വന്നപ്പോ? ആന്നു ആന്നു ആന്നു. മൊത്തത്തിൽ വന്നപ്പോ എനിക്ക് എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽസ് ആണ് എനിക്ക് ഏറ്റവും, പിന്നെ അത് കൂടാതെ എനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. ഗ്രൂപ്പ്. വാട്സപ്പ് ഗ്രൂപ്പില് ഹരിത മാം ആണെങ്കിൽ ഈഗിളി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു നെക്സ്റ്റ് ദിവസത്തെ ക്വസ്റ്റ്യൻ. മാമിന്റെ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ അതെ അതെ അതെ. കാണും. ആ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോൾ ഓക്കെ ഇത് മെറ്റീരിയൽ നമ്മൾ ജസ്റ്റ് വായിച്ചു പോയതാണല്ലോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേയിൽ വയ്ക്കുന്നത് അതിന്റെ റിസൾട്ട് ഞാൻ ചിന്തിച്ചത് കറക്റ്റ് തന്നെയാണോ അതിന്റെ ഉത്തരം ആണോന്നുള്ളത്. വരുന്നത്. ഓക്കെ. അത് മീൻസ് അത് ഹരിത മാമിന്റെ ആ മെസ്സേജസും ആൻസേഴ്സും പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസും. അപ്പൊ അത് ഒരു തവണ അറ്റ്ലീസ്റ്റ് നമ്മൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മറക്കത്തില്ല നമ്മളത്. അപ്പൊ എനിക്ക് ആ ഹരിത മാം ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്നൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു 70% ഞാൻ വായിച്ചത് അതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. വന്നത്. അതെ അപ്പം വന്നിട്ടുള്ളത് അതും ഒക്കെ. പിന്നെ അതിൻ്റെ അകത്ത് സ്റ്റുഡൻസ് ആണെങ്കിൽ ഒത്തിരി പിള്ളേരുകളുണ്ട്, അവരും ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അതെ അതെ അപ്പം അതിനും ക്ലാരിഫിക്കേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതെ. അതിനും പിള്ളേർ ഇങ്ങനെ പറഞ്ഞപ്പോ യദു സാർ ആണെങ്കിലും ഹരിത മാം ആണെങ്കിലും അതിനും ഉത്തരം തരുന്നുണ്ട്. അതെ. അപ്പം അപ്പൊ അങ്ങനെ അത് വരുമ്പോൾ ഓവറോൾ ടോട്ടലി മൊത്തത്തിൽ നമുക്കൊരു ഇത് കിട്ടി അല്ലെ, നിങ്ങൾക്ക് ഒരു റീഅഷ്യൂറിംഗ് ആയിട്ട് കിട്ടി കിട്ടി. ആണെങ്കിൽ കിട്ടാം. അതെ കാര്യം അതെ നമ്മൾ അതെ അതിനു വേണ്ടി അതെ അതെ. പഠിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാലും നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മൾ അതിൽ ആന്നു ആന്നു അതെ. അപ്പൊ അതെന്തായാലും ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. എനിവേ താങ്ക് യു ലിയയുടെ ഒരു ഫീഡ്ബാക്ക്. അപ്പൊ ലിയയുടെ ഇപ്പൊ മാൾട്ടയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളിത് പഠിക്കുന്നുണ്ട്, പഠിക്കാൻ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലിയയുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്, ഈ 12 days MNC ആയിട്ട് അറ്റൻഡ് ചെയ്ത ക്ലാസ്സസും അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പയർ ചെയ്താണ് ലിയ നേരത്തെ. അപ്പൊ ലിയക്ക് എന്താണ് ഒരു അഡ്വൈസ് അവർക്ക് കൊടുക്കാനുള്ള റെക്കമെൻഡേഷൻ ലിയക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം നമ്മൾക്ക് വർക്ക് ചെയ്യാത്ത ഒരാൾക്കാരാണ്, വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ടൈമുണ്ട്. ഉണ്ട്. നമുക്ക് വായിച്ച് പോകാനുള്ള ടൈമുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും മെറ്റീരിയൽസ് തപ്പി പിടിച്ച് ഗൂഗിളിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടാൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു വർക്ക് ചെയ്യുന്ന പേഴ്സൺ എസ്പെഷ്യലി മാൾട്ടയിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ 12 hours വർക്കിംഗ് ആണ്. ചിലപ്പോൾ 2-3 days കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരിക്കും, നമ്മൾ ടയേർഡും ആയിരിക്കും. പക്ഷെ ഉം. നമ്മൾക്ക് ക്യാപ്സുൾ പരുവത്തിൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച്
ഫോർ മീ ഏറ്റവും എനിക്ക് എളുപ്പം. അതാണ് ഏറ്റവും ലക്കായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം അത് നമ്മൾക്ക് ഗൈഡ് ചെയ്യാനും പ്രോപ്പർ ഗൈഡ് ചെയ്യാൻ ഒരാള്, ഉം. അതുപോലെ ഇപ്പം നമ്മൾക്കിപ്പോ ഫുൾ മെറ്റീരിയൽസ് നമ്മൾ പഠിക്കുന്നതിനേക്കാളും അത് സെലക്റ്റഡ് ആയിട്ട് അതിന്റെ അകത്തുനിന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്. സോ അതെ. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും, നമുക്ക് 12 ഡേയ്സിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഐ വിൽ അതെ. സ്ട്രോങ്ലി റെക്കമെൻഡ് MNC as well. അതെ. കാരണം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ലിയക്ക് 100% എങ്ങനെയാണ് ഞാൻ തോന്നുന്നത്? ഹാപ്പിയാണ്. ലിയക്ക് ഈ 12 ഡേയ്സ് മോർ ദാൻ ഇനഫ് ആയിട്ട് തോന്നില്ല? ചില കുട്ടികളെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ പറയും ഈ 12 ഡേയ്സ് ഉം, കൊണ്ട് തീരും. അപ്പൊ ഞാൻ പറയും 12 ഡേയ്സ് മോർ ദാൻ ഇനഫ് ആണ്. കാര്യം അതിനകത്ത് ഉം. അത്രയും സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ 12 ദിവസം. അതെ അതെ അതെ. ലിയക്ക് അത് ഭയങ്കര ഉം. യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല 12 ദിവസം? അതോ ലിയക്ക് കൂടുതൽ വേണമെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പെങ്കിലും? ഇല്ല, എനിക്ക് ഞാൻ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദ ക്ലാസ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം മെറ്റീരിയൽസ് ഇങ്ങനെ തീരുമോ? വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 12 ദിവസത്തെ ക്ലാസ്സിൽ തീരുമോ എന്ന് ഞാനും ഉം. വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ മോർ ദാൻ ഇനഫ് ആണ്. കാര്യം നമ്മൾക്ക് ആവശ്യമുള്ളത് ആ 12 ഡേയ്സിനുള്ളിൽ നമ്മളെ പഠിപ്പിക്കുന്ന തീരും. മെന്റേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അതെ. അപ്പം 12 ഡേയ്സ് ഇനഫ് ആണ്. 12 ഡേയ്സ് ഇനഫ് ആയിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉള്ളത്. വെരി ഗുഡ്. താങ്ക് യു ലിയ. താങ്ക് യു സോ മച്ച്. എന്തായാലും ലിയ ടൈം കണ്ടെത്തി നല്ലൊരു ഉം, ഫീഡ്ബാക്ക് തന്നതിലും ആൻഡ് ഇനിയുള്ള ഫർദർ ഉം. കാര്യങ്ങളാണെങ്കിലും ലിയക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോട്ടെ. അതിനെല്ലാം തന്നെ ബെസ്റ്റ് വിഷ്. ഓക്കെ. നമ്മുടെ എല്ലാവരും തന്നെ ഫുൾ ഹോൾ ടീം മനസ്സിലായിട്ട് നമ്മളിപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മളൊരു ഫുൾ ടീം, ലിയക്ക് തന്നെ അറിയാം ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെ അതെ അവരെല്ലാവരും അതെ. അതെ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങളുടെ നല്ലൊരു സ്റ്റാറ്റസിലോട്ട് എത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്തായാലും. യെസ്. ഓക്കെ. ഓക്കെ അപ്പൊ ഓക്കെ ലിയക്ക് ഓക്കെ. ഇനി ഇപ്പോൾ ഉള്ള ലിയയുടെ കറന്റ് സ്റ്റാറ്റസ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലിയ മാൾട്ടയിൽ നിന്ന് ഇനി മാറാനായിട്ട് നോക്കുകയാണ്. ഇപ്പം ലിയ ലൈക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതാണ്. അതാണ് എനിക്ക് ലിയ അടുത്ത് മെയിൻ ആയിട്ട് ക്ലിയർ ചെയ്ത് പറയാനുള്ളത്. ബിക്കോസ് കറന്റ് യു ആർ വർക്കിംഗ് ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് ഇൻ മാൾട്ട. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കാര്യം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ UK ഇന്റർവ്യൂസ് കിട്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ മാൾട്ടയിലേക്ക് വരാനുള്ള ഓപ്ഷൻസ് നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓക്കെ ഓക്കെ. മാൾട്ടയിൽ ലൈക്ക് ഈ ഏജൻസി ത്രൂ ആണ് രജിസ്ട്രേഷൻ, അതോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ വരാൻ പറ്റുമോ? ലിയയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രെൻഡ് ലിയക്ക് അറിയോ അതിനെപ്പറ്റി എന്തെങ്കിലും? മാൾട്ടയിലേക്ക് വരുന്ന കാര്യമാണോ അതെ ചോദിക്കുന്നത്? അതെ അതെ. ഓക്കെ. മാൾട്ടയിലേക്ക് വരുന്ന കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ട്, ഇപ്പൊ ഞാനൊക്കെ വന്ന ടൈമിലാണെങ്കിൽ നമ്മൾ കെയറായിട്ട് വന്നിട്ട് ഇവിടെ ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് ഉണ്ട്. കോഴ്സ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ലാസ്റ്റ് ഇയർ, ഐ മീൻ എനിക്ക് തോന്നുന്നു എന്റെ ഹസ്ബൻഡ് ലാസ്റ്റ് അവരായിരുന്നു ലാസ്റ്റ് ബാച്ച്, അഡാപ്റ്റേഷന്റെ ബാച്ച്. ഉം. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഇവിടത്തെ നമ്മൾക്ക് ഇവിടെ നമ്മൾ ഇവിടുത്തെ അക്കാഡമീസ് ഉണ്ട്, ഐഡിയ അക്കാഡമി, എംകാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ പഠിച്ച് ഇവിടുത്തെ ഒരു 6 മന്ത് കോഴ്സ് ഉണ്ട്. അത് ഉം. കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഓക്കെ. നമ്മൾക്ക് നേഴ്സ് ആകാൻ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. ഉം. അത് നമുക്കിപ്പോ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ടും ഇവിടെ പഠിക്കാം. ഇപ്പൊ ഇന്നലെ എന്റെ കൂടെ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഒരു കുട്ടീനെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചു പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 6 മാസം, അത് ഓൺലൈൻ ആകാം ഓഫ്ലൈനും ആകാം, ഓക്കെ. അവർക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ പോസ്റ്റിംഗ് ഇടും. ഉം. അതെല്ലാം കഴിഞ്ഞ് അവർ 6 to 8 മന്ത് ടൈമിംഗ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ജോയിൻ അങ്ങനെയാണ്. ചെയ്യാൻ പറ്റത്തുള്ളൂ. കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഉം. എന്തായാലും. അതിപ്പോ നമുക്ക് ഇവിടെ കെയറായിട്ട് വേണമെങ്കിലും വരാം. കെയറായിട്ട് വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാം. ഉം. അങ്ങനെയായാലും ചെയ്യാം. ഇപ്പൊ നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് വിസയ്ക്ക് വരുന്നതാണെങ്കിൽ, സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഉം. എഫോർട്ട് നമ്മൾ എടുക്കണം. ഉം. നാട്ടിൽ നിന്ന് വീണ്ടും നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ തരേണ്ടി വരും. എല്ലാം വേണ്ടി വരും മൊത്തത്തിൽ. അതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് സെറ്റിൽ ആവാനുള്ള ടൈം. പക്ഷെ ഇപ്പൊ കെയർ ഇതാണ് വിത്ത് ജോലി നമുക്ക് പഠിച്ചു പോകാം. പഠിച്ചു പോകാൻ പറ്റും. അതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന, ചൂസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ചെയ്യുന്നത്. അപ്പൊ ഇവൻ വന്നു കഴിഞ്ഞ് ചൂസ് ചെയ്യുന്നത്. അവര് 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മാൾട്ടയിലുള്ള രജിസ്ട്രേഷൻ കിട്ടണേ അവിടെ? ഇല്ല ഇല്ല ഇല്ല. അവർക്ക് ഇവരിത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 6 to 8 മന്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഒരു രജിസ്ട്രേഷൻ. ജസ്റ്റ് എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളു. റിട്ടൺ എക്സാംസ് ഞങ്ങൾക്ക് പറഞ്ഞ ഈ റിട്ടൺ എക്സാംസ് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഓറൽ ഇന്റർവ്യൂസ് മാത്രം. ഇവിടുത്തെ നഴ്സിംഗ് ഇവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഇന്റർവ്യൂ കാണും. അത് കഴിയുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. ഓ, വർക്ക് ചെയ്യാം. വെരി ഗുഡ്. അത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ സംഭവം. പിന്നെ സെയിം അതേപോലെ ഇപ്പൊ ലിയ നോക്കണ പോലെ പോസ്റ്റ് രജിസ്ട്രേഷൻ അവർ 1 ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് OET IELTS ഉം. ഇല്ലാതെ തന്നെ CBT ആൻഡ് OSCE ക്ലിയർ ചെയ്ത് OET സുഖമായിട്ട് ഇല്ലാതെ അങ്ങനെ UK വരാൻ സാധിക്കും. വരാവുന്നതാണ്. ഇതുവരെ മീൻസ് നമ്മളിപ്പോ അതെ എനിക്കിവിടെ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ അങ്ങനെയാണ് അതെ പോകുന്നത്. അതെ. അത് നമുക്ക് ഇവിടുത്തെ NMC 1 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് പോകാം. അതെ NMC-യിലുള്ള റെഗുലേഷൻ തന്നെയാണ്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല എന്തായാലും. നിങ്ങൾ ഓക്കെ. കറന്റ് അത് പക്ഷേ അതെ അതെ രജിസ്ട്രേഷൻ ആയിരിക്കണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒരു അതെ ക്ലാരിഫിക്കേഷൻ. ലിയ ഇപ്പൊ കറന്റ് ആ ഒരു പ്രോസസ്സിൽ കൂടെ നോക്കുന്ന ഒരാളായതുകൊണ്ട് ലിയയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. അത് ഞാനത് അതെ അതെ അതെ. എനിവേ ഞാനിപ്പോൾ ലിയയുടെ അടുത്ത് പറഞ്ഞ പോലെ ലിയക്ക് അങ്ങനത്തെ ഓസ്കിയുടെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ലിയക്ക് നോക്കാം. അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ലിയ എന്തായാലും താങ്ക് യു ഓക്കെ സോ മച്ച് കേട്ടോ ലിയയുടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന്. ബാക്കി കാര്യമെല്ലാം നന്നായിട്ട് ഓക്കെ ഓക്കെ. താങ്ക് യു ലിയ. അപ്പൊ ടേക്ക് ഓക്കെ. കെയർ കേട്ടോ. താങ്ക് യു സർ. താങ്ക് താങ്ക് യു യു. സോ മച്ച്. ബൈ 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 ബൈ.